മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തപസ്സുകാലം 1-ാം ഞായർ. നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി സഭയിൽ നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. മരുഭൂമിയിൽ യേശുവിൻ്റെ പരീക്ഷണം. നമ്മൾ എങ്ങനെ പ്രലോഭനത്തെ അതിജീവിക്കണമെന്ന് ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പ്രലോഭനത്തെ അതിജീവിച്ചത് ദൈവത്തിൻ്റെ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ്. ജോർദാൻ നദിയിൽ നിന്ന് ഈശോ സ്നാനം സ്വീകരിച്ചതിന് ശേഷം പിതാവായ ദൈവം ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന വലിയ ഒരു വെളിപ്പെടുത്തലോടുകൂടെയാണ് ആത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. പഴയ നിയമത്തിലെ ഇസ്രായേൽക്കാരുടെ ജീവിതവുമായിട്ടൊക്കെ ഒത്തിരിയേറെ സാദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇസ്രായേൽ ജനത ചെങ്കടൽ കടന്നതിന് ശേഷം 40 വർഷമാണ് മരുഭൂമിയിൽ അലയുന്നത്. ഈശോ ജോർദാൻ നദി കടന്ന് ആത്മാവിനാൽ പ്രേരിതനായിട്ട് അവിടുന്ന് മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് പോകുന്നു. 40 ദിവസങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ 3 പ്രലോഭനങ്ങൾ. യേശുവിൻ്റെ പ്രലോഭനത്തിൽ സാത്താൻ ഉപയോഗിക്കുന്നൊരു വാക്ക് ശ്രദ്ധേയമാണ്. നീ ദൈവപുത്രനാണെങ്കിൽ എന്നൊരു ചോദ്യം. ദൈവം തന്നെ, സ്വർഗം തന്നെ ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് വെളിപ്പെടുത്തി. പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ഇസ്രായേൽ ജനത്തെ വിളിക്കുന്നത് ഇസ്രായേൽ എൻ്റെ പുത്രനാണ് എന്നാണ്. ജോർദാൻ നദിയിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച യേശു കരയിലേക്ക് കയറുമ്പോൾ സ്വർഗം പിതാവായ ദൈവം യേശുവിനോട് അവിടുന്ന് അരുൾ ചെയ്യുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന്. യേശു തൻ്റെ ജീവിതത്തിലെ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായവും 8-ാം അധ്യായത്തിലെയും ദൈവത്തിൻ്റെ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ്. ആ സുവിശേഷം, ആ വായനകളെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം 6, 7, 8 അധ്യായങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയുമായി ബന്ധപ്പെട്ട് ദൈവം കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. യേശു അഭിമുഖീകരിക്കുന്ന 1-ാമത്തെ പ്രലോഭനമെന്ന് പറയുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ കല്ലിനെ അപ്പമാക്കുക. ശരീരത്തിൻ്റെ പ്രലോഭനമാണ്. നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ, തോട്ടത്തിന് നടുവിലുള്ള മരത്തിൽ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലും അരുത് എന്നും ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്നും ദൈവം ആദത്തോടും ഹവ്വയോടും പറയുന്നുണ്ട്. എന്നാൽ ദുർമോഹമാണ് ആദത്തെയും ഹവ്വയെയും പാപം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദുർമോഹം ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കുമെന്ന്. പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യത്തിൽ വിശപ്പിൻ്റെ പേരിൽ, തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഇറച്ചിക്കലത്തിൻ്റെ പേരിൽ ദൈവത്തോട് കലഹിക്കുന്ന ഇസ്രായേൽ മക്കളെ നമുക്ക് കാണാം. 16-ാം അധ്യായം, പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും
പട്ടിണിക്കിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് പറഞ്ഞ് മോശയ്ക്കെതിരെ പിറുപിറുക്കുന്ന ജനത്തെ നമുക്ക് കാണാം. വിശപ്പിൻ്റെ പേരിൽ ഏസാവ് തൻ്റെ വയർ വിശന്നപ്പോൾ ഒരു പാത്രം പായസത്തിനു വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രാവകാശം നഷ്ടപ്പെടുത്തിയത് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നില്ലേ? ആത്മീയമായ ലഭിച്ച കഴിവിനെ സ്വന്തമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കരുതെന്ന് ഇന്നിൻ്റെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോ ഈ പ്രലോഭനത്തെ അതിജീവിക്കുന്നത് വചനം പറഞ്ഞുകൊണ്ടാണ്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യം പറഞ്ഞുകൊണ്ട് ഈശോ ഈ പ്രലോഭനത്തെ അതിജീവിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത്. അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് എന്ന് ഈശോ ഈ വചനമെടുത്തുകൊണ്ട് പറയുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത് എന്ന് ആ പ്രലോഭനമുണ്ടാകുമ്പോൾ ഈശോ പിശാചിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം തിന്നുന്നത് പോലെ വചനം നമ്മൾ ഭക്ഷിക്കണം. അപ്പം ഭക്ഷിക്കുന്നത് പോലെ വചനം നമ്മൾ ധ്യാനിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലും ഇന്നിൻ്റെ ഒന്നാമത്തെ ഈ ഒരു പ്രലോഭനത്തിൽ ഉണ്ട്. രണ്ടാമത്തെ പ്രലോഭനം എന്ന് പറയുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. അവിടെ നിന്ന് വീണ്ടും ഈശോയുടെ പിതാവായ ദൈവം ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി. എന്നാൽ സാത്താൻ രണ്ടാമത്തെ പ്രലോഭനത്തിലും വീണ്ടും പറയുന്നു, നീ ദൈവപുത്രൻ ആണെങ്കിൽ. നമ്മൾ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സാത്താൻ വിശുദ്ധ ബൈബിൾ ഇവിടെ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. സങ്കീർത്തനം 91-ാം സങ്കീർത്തനം 11-ാം വാക്യവും 12-ാം വാക്യവും ഉച്ചരിച്ചുകൊണ്ടാണ് സാത്താൻ ഇവിടെ ഈശോയുടെ മുമ്പിൽ പ്രലോഭനമായിട്ട് വരുന്നത്. നിനക്ക് താഴേക്ക് ചാടാം, നീ താഴേക്ക് ചാടുക. ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളുമെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത, ദൈവം ആഗ്രഹിക്കാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യരുത്. ദൈവം ആഗ്രഹിക്കാത്ത ഒരു ബന്ധത്തിൻ്റെ പേരിൽ, ഒരുപക്ഷെ ഒരു വിവാഹബന്ധമായിരിക്കാം, ദൈവം ആഗ്രഹിക്കാത്ത ഒരു ജോലിയായിരിക്കാം, ദൈവം ആഗ്രഹിക്കാത്ത ചില സൗഹൃദങ്ങളായിരിക്കാം. നമ്മൾ ആ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ, ആ കാര്യങ്ങൾ സാധിച്ച് കിട്ടുവാൻ വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ സഹായിക്കണം. ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അതൊരു പരീക്ഷണമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം ആഗ്രഹിക്കാത്ത കാര്യം ഒരിക്കലും നമ്മൾ ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂന്നാമത്തെ പ്രലോഭനം എന്ന് പറയുന്നത്, ദൈവത്തെ പരീക്ഷിക്കുന്നത്. അവിടുന്ന് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ഈശോയെ പരീക്ഷിക്കുകയാണ്. അവിടുന്ന് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറയണ, നീ എന്നെ ആരാധിച്ചാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാമെന്നാണ് പറയണേ. എല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറയണ, നീ എന്നെ ആരാധിച്ചാൽ മതി. പുറപ്പാടിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നു 32-ാം അധ്യായം 4-ാം വാക്യത്തിൽ, കാളക്കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ട്
ഇസ്രായേൽ മക്കൾ അവർ കാളക്കുട്ടിയെ, ദൈവത്തെ മറന്ന് കാളക്കുട്ടിയെ ആരാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈശോ ഈ ഒരു പ്രലോഭനത്തെ അതിജീവിക്കുന്നത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം ഉച്ചരിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ മാത്രമേ നിങ്ങൾ സേവിക്കുവാനായിട്ട് പാടുള്ളൂ എന്ന ഈ ഒരു പൈശാചികമായ ആരാധനയ്ക്ക് അതിൻ്റെ മേൽ ഈശോ വിജയം നേടുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താൽക്കാലികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഒരുപക്ഷെ നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങളിലാകാം, തൊഴിൽ മേഖലകളിലാകാം, അഴിമതിയാകാം, നമുക്ക് അവകാശപ്പെടാത്ത ചിലതൊക്കെ കൈക്കലാക്കാൻ വേണ്ടി നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുവെങ്കിൽ അതൊരു പൈശാചിക ആരാധനയാണെന്നാണ് പറയുന്നത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റും തിന്മയുടെ മുമ്പിൽ പാടില്ല എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ അഭിമുഖീകരിച്ച 3 പ്രലോഭനങ്ങൾ, ഈ 3 പ്രലോഭനങ്ങളെയും ഈശോ അതിജീവിക്കുന്നത് അവിടുന്ന് വചനം പറഞ്ഞുകൊണ്ടാണ്. ആ വചനത്തിലാണ്. ഒന്ന് മരുഭൂമി, ദൈവികമായ അനുഭവത്തിനിടമാണ്. ദേവാലയം, ദൈവം വസിക്കുന്നിടമാണ്. ഒന്ന് മലമുകൾ, അത് പട്ടണമാണ്. എവിടെ വെച്ച് വേണമെങ്കിലും ഒരു ദൈവത്തിൻ്റെ പൈതൽ പരീക്ഷിക്കപ്പെടാം. എവിടെ വെച്ച് വേണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരാം. അവൻ വിജയിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്താൽ മാത്രമേ അവന് വിജയിക്കുവാനായിട്ട് സാധിക്കുള്ളൂ എന്ന് ഇന്നിൻ്റെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ.